ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം. ഈ 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ നമ്മൾ ഗണിത ആഗമന രീതി എന്നാണ് പറയുക. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലംസ് വളരെ കുറവാണ് വരാറ്. ബൈനോമിയൽ തിയറം വെച്ചിട്ടാണ് പ്രോബ്ലംസ് കൂടുതൽ കാണാറെങ്കിലും നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതുപോലെ തന്നെ ബൈനോമിയൽ തിയറത്തിൽ നിന്നും കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. n belongs to n ആയാൽ 4n - 3n - 1നെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ n-ന് 1 ഇട്ട് കൊടുക്കും, ഇത്രയും കിട്ടിയില്ലെങ്കിൽ n-ന് 2 ഇട്ട് കൊടുക്കും, പിന്നെ 3 ഇട്ട് കൊടുക്കും, ഇതുപോലെ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം n-ന് 1 ഇട്ട് കൊടുത്തു. 1 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 0. അടുത്തത് n-ന് 2 ഇട്ട് കൊടുത്തു. n-ന് 2 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 9. ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇതിനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓപ്ഷനിൽ 9 ഇല്ലേ? 9 ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. n belongs to n ആയാൽ 7n + 3n - 1 into 2n - 3നെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ n-ന് 1 ഇട്ട് കൊടുക്കാം. n-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 50. അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ 50 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. നമുക്ക് 50 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ 50യുടെ ഫാക്ടർ കൊണ്ട് നമുക്ക് എന്ത് പറ്റും? നിശേഷം ഹരിക്കാൻ സാധിക്കണം. 50ൻ്റെ ഒരു ഘടകം കൊണ്ടും 25 50ൻ്റെ ഒരു ഘടകമല്ലേ? നമുക്ക് എന്ത് പറയാം? 25 കൊണ്ടും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നിശേഷം ഹരിക്കാൻ സാധിക്കും. എന്താണ് ഇവിടെ ഉത്തരം വരിക? 25ആണ് ഉത്തരം വരിക. എന്തെന്നാൽ 50 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ 25 കൊണ്ട് നമുക്ക് എന്ത് പറ്റും? നിശേഷം ഹരിക്കാൻ സാധിക്കും. ഇത് നമുക്കറിയാവുന്ന 3 ഇക്വേഷൻസ് ആണ്. അതായത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? n × n + 1/2 ആയിരിക്കും. ഇവയുടെ സ്ക്വയറുകളുടെ സം എന്തായിരിക്കും? n × n + 1 × 2n + 1/6. ക്യൂബുകളുടെ സമം n × n + 1/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്തതാണ് ബൈനോമിയൽ തിയറം, ദ്വിപദ സിദ്ധാന്തം. നമുക്കറിയാവുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് ഓർത്തെടുക്കാം. a + b all raised to n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a raised to n plus nc1 a raised to n - 1 into b plus nc2 a raised to n - 2 into b square plus etc plus ncr a raised to n - r into b raised to r. കാണാതെ പഠിച്ചു വയ്ക്കുക. പ്ലസ് എക്സിട്ര പ്ലസ് ബി റേസ് ടു n. ഓക്കെ, ഇത് പ്ലസ് ആണെങ്കിൽ ഇനി മൈനസ് ആണെങ്കിൽ എന്ത് വരും? അതായത് ആൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും മാറി മാറി വരും. അപ്പോൾ a - b all raised to n is equal to a raised to n minus nc1 a raised to n - 1b plus nc2 a raised to n - 2 into b square minus etc plus -1 raised to n b raised to n. അടുത്തത് 1 + x all raised to n is equal to 1 plus nc1 into x plus nc2 into x square plus etc plus ncn into x raised to n. 1നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? nc0 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഇതുപോലെയും എഴുതാം. അടുത്തത് സം ഓഫ് ദി ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഇൻ 1 + x all raised to n is. അതായത് ഈ കോഎഫിഷ്യൻസിൻ്റെ സം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? nc0 plus nc1 plus nc2 plus etc plus nc എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to n. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് സം ഓഫ് ദി ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഇൻ 1 - x all raised to n is 0 ആണ് കേട്ടോ. കാരണം എന്താ? അവിടെ ആദ്യം മൈനസ് വരും, പിന്നെ പ്ലസ് വരും, പിന്നെ മൈനസ് വരും, പിന്നെ പ്ലസ് വരും, ഒക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0. അടുത്തത് general form of the expansion a plus b all raised to n is tr plus 1 is equal to ncr a raised to n minus r b raised to r. ഇപ്പം നമ്മളോട് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? t1. അപ്പോൾ ആരെന്തായിരിക്കും? 0. t2 എന്ന് പറഞ്ഞാൽ t1 + 1 ആണ് എന്ത് വരിക? t2. അപ്പോൾ ആരെന്തായിരിക്കും? 1. അപ്പോൾ ഇവിടെ ആറിന് പകരം 1 ഇട്ട് കൊടുത്ത് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. അടുത്തത് ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x plus a all raised to n. ഇത്
ചോദിക്കാറുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻറ്റ് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ കോഎഫിഷ്യൻറ്റ് ഗുണോത്തരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക n എന്ന് പറയുന്നത് ഈവൺ ആണോ ഓഡ് ആണോ എന്നാണ്. n ഈവൻ ആണെങ്കിൽ, അതായത് n ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഏതായിരിക്കും ഗ്രേറ്റസ്റ്റ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്? n/2 ആയിരിക്കും. ഇനി n ഓഡ് ആണെങ്കിൽ ഏതായിരിക്കും? n-1/2 അല്ലെങ്കിൽ n+1/2. അടുത്തത്, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ജനറൽ ഫോം താഴെ തന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും എക്സാമിനൊക്കെ പൊതുവെ ചോദിച്ച് കാണാറ് ഈ തന്നിരിക്കുന്നവയാണ്. അതായത് 1+x all raised to -1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 - x + x² - x³ etc. ഇവിടെ പ്ലസ് ആവുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും മാറി മാറി വരും. അതായത് ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഓക്കെ, ഇനി ഈ പ്ലസ്സിന് പകരം മൈനസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലായിടത്തും എന്താവും? പ്ലസ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ റേസ് ടു -1 ആണ്. ഇനി 1+x all raised to -2 ആണെങ്കിൽ എന്ത് വരും? 1 - 2x + 3x² - 4x³ ഇങ്ങനെ പോകും. ഇനി 1 - x all raised to -2 ആണെങ്കിലോ 1 + 2x + 3x² + 4x³ etc. അതുപോലെ തന്നെ 1 + x all raised to -3 ആണെങ്കിൽ 1 - 3x + 6x² etc. ഇവിടെ മൈനസ് ആണ്, 6x² മൈനസ് ഓൾട്ടർനേറ്റീവായിട്ട് പോകും. ഓക്കെ, അടുത്തത് 1 - x all raised to -3 ആണെങ്കിൽ 1 + 3x + 6x² etc. ഇനി ഇതിൻ്റെ ഒരു ജനറൽ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. 1 + x all raised to -n ആണെങ്കിൽ എങ്ങനെ നമ്മളത് എഴുതുക? 1 - nx + n × n+1/2 factorial x² minus n × n+1 × n+2/3 factorial × x³ etc. ഇവിടെ 1 - x all raised to -n ആണെങ്കിൽ 1 + nx + n × n+1/2 factorial × x² n × n+1 × n+2/3 factorial × x³ etc. ഇതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കാൻ നിവർത്തിയുള്ളൂ. x/2 - 3/x² all raised to 10 എന്ന വിപുലീകരണത്തിൽ x⁴ എന്ന പദത്തിൻ്റെ ഗുണോത്തരം ഏത്? ഗുണോത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ ഗുണോത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേം ജനറൽ ഫോം എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? TR+1 = എന്തായിരുന്നു? NCR A⁻n - R B⁻r. ഇവിടെ ഐക്ക് പകരം x/2 ആണ്, ബിക്ക് പകരം 3/x² ആണ്. നമ്മളത് ഇട്ട് കൊടുക്കുക. അവിടെ എന്നിന് പകരം 10 ആണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് R എന്താണെന്ന് ഇവിടെ അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് R ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. R കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ആദ്യം എക്സ്പാൻഷൻ എഴുതി സെപ്പറേറ്റ് കൊടുക്കുക. അതായത് 10CR x⁻10 - R by 2⁻10 - R into -3⁻R by x² പവർ 6 വരുമ്പോൾ എന്ത് വരും? x⁻2R. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്താവും? -2R ആവും അല്ലേ? x⁻2R. ഇവിടെ എന്താ ഉള്ളത്? x⁻10 - R. രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വരും നമുക്ക്? x⁻10 - R -2R ബൈ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 2⁻10 - R ഇൻറ്റു -3⁻R. ഓക്കെ, നമുക്ക് ഏതിൻ്റെ ഗുണോത്തരം കണ്ടുപിടിക്കണ്ടേ? x⁴. അതായത് ഇവിടെ ഈ ടേമിന് പകരം എന്ത് വരണം? x⁴ വരണം അല്ലേ? ഈ ടേം എന്ന് പറയുന്നത് എന്തായി മാറും? 10 - R - 2R എന്ന് പറയുന്നത് 10 - 3R. നമ്മൾ എന്ത് കൊടുക്കുക? 10 - 3R പകരം 4 ഇട്ട് കൊടുക്കുക. 4 ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R = എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ R പകരം എന്തിട്ട് കൊടുക്കുക? 2. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് x⁴ എന്ത് വരും? ഈ x⁴ ഒഴികെയുള്ള ടേമുകൾ എഴുതാം. ഏതൊക്കെ വരും? 10C R പകരം 2 x⁴ അല്ലേ ഇവിടെ വരും. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? -3⁻R. R എന്താ?
2 ബൈ ഇവിടെ 10 മൈനസ് 2 എന്ന് പറയുന്നത് 8 വരും, അതായത് 2⁻8. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 4 എന്ത് വരും? 10c2 മൈനസ് 3 സ്ക്വയർ ബൈ 2⁻8. ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 10c2 എന്ത് വരും? 9 × 10 ഡിവൈഡഡ് ബൈ 1 × 2 ഇൻറ്റു മൈനസ് 3 സ്ക്വയർ 9 ബൈ 2⁻8. നമുക്കറിയാലോ 10c2 എങ്ങനെ കണ്ടുപിടിക്കുക? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് 10c2 നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 405/256 എന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം, x + 1/x ഹോൾ റേസ് ടു 10 എന്ന വിപുലീകരണത്തിൻ്റെ മധ്യപദം ഏത്? നമുക്കറിയാം, ഒരു എക്സ്പാൻഷനിൽ നമുക്കൊന്ന് ആലോചിക്കാം. a+b ഹോൾ സ്ക്വയർ എന്ന എക്സ്പാൻഷനിൽ എത്ര ടേം ഉണ്ട്? a² ഉണ്ട്, 2ab ഉണ്ട്, b² ഉണ്ട്. അതായത് സ്ക്വയർ വരുമ്പോൾ 3 ടേം ഉണ്ട്. അപ്പോൾ അതായത് ഒരു ടേം എപ്പോഴും കൂടുതലായിരിക്കും എന്നിനേക്കാൾ. അപ്പോൾ n ഇവിടെ 10 ആണ്, ഒരു ഈവൺ നമ്പറാണ്, അവിടെ കേട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? n+1. അതായത് എത്ര ടേം ഉണ്ടാവും? 11 ടേം ഉണ്ടാവും. ഈ 11 ടേമിൻ്റെ മിഡ് ടേം ഏതാ കണ്ടുപിടിക്കുക? മിഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? n+1/2th ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 11 + 1/2. അതായത് എന്ത് കിട്ടും? 6th ടേമാണ് നമുക്ക് എന്ത് വരിക? മിഡ് ടേം ആയിട്ട്, അതായത് മധ്യപദമായിട്ട് വരും. 6th ടേം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? T6. T6 ആണെങ്കിൽ നമുക്ക് T6 എങ്ങനെ ഏതാന്ന് പറഞ്ഞാൽ T5 + 1 അല്ലേ? അതായത് 6 എന്തിട്ട് കൊടുക്കുക? 5 എന്നിട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടി? 10c5 x⁻10 - 5 ഇൻറ്റു 1/x⁻5. കാരണം ഇവിടെ x ആണ്, b 1/x ആണ്. ഓക്കെ, x⁻10 - 5 എന്ന് പറഞ്ഞാൽ x⁻5 ആണ്. അപ്പോൾ x⁻5ഉം ഈ x⁻5ഉം വെട്ടിപ്പോയി, ബാക്കി ഇവിടെ എന്തുള്ളൂ? 10c5. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 1 - 3x ഹോൾ സ്ക്വയർ ബൈ 1 - 2xൻ്റെ വിപുലീകരണത്തിൽ x⁴ ഗുണോത്തരം ഏത്? അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. അതായത് 1 - 3x ഹോൾ സ്ക്വയർ ബൈ 1 - 2xന് നമ്മളെങ്ങനെ എഴുതി? 1 - 3x ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിന് മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വന്നു? 1 - 2x ഹോൾ റേസ് ടു -1. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. 1 - 3x ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 - 6x + 9x². അതായത് നമ്മൾ a - b ഹോൾ സ്ക്വയർ വെച്ച് ചെയ്താൽ കിട്ടും. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 - x ഹോൾ റേസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ ഇല്ലേ, അത് ഉപയോഗിച്ച് എവിടെയും കിട്ടും. 1 - x ഹോൾ റേസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? 1 + x + x² + x³ + etc. അപ്പോൾ അവിടെ എക്സിന് പകരം 2x ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? 1 + 2x + 2x ഹോൾ സ്ക്വയർ + 2x ഹോൾ ക്യൂബ് + 2x ഹോൾ റേസ് ടു 4 + etc. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് x⁴ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ 1 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് x⁴ വരുന്ന ടൈം വരിക? ഇവിടെ 2x ഹോൾ റേസ് ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x ഹോൾ റേസ് ടു 4നെ നമുക്കൊന്ന് വലുതാക്കുമ്പോൾ എന്ത് വരും? 2⁴ ഇൻറ്റു x⁴. ഇവിടെ x⁴ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 2⁴. ഓക്കെ, ഇനി അടുത്തത് x⁴ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6xനെ 2x ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 6 × 2³ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും. അതായത് -6 × 2³. ഇനി അടുത്തത് x⁴ കോഎഫിഷ്യൻ്റ് കാണണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9x² 2x ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ കോഎഫിഷ്യൻ്റ് എന്ത് വരും? 9 × 2² വരും. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ശരിയല്ലേ? 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. -6 × 2³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -48 ആണ്. 9 × 2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 + x ഹോൾ റേസ് ടു 44 എന്ന വിപുലീകരണത്തിൽ 21ാം പദവും 22ാം പദവും തുല്യമാണെങ്കിൽ എക്സിൻ്റെ വില എന്ത്? 21ാം പദം എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? നമ്മൾ T21, അതായത് T20 + 1. അപ്പോൾ ആരെന്തായിട്ട് എടുക്കുക? 20. ഇവിടെ n എന്ത് തന്നിട്ടുണ്ട്? 44. നമുക്ക് എന്ത് കിട്ടി? 44c20 x⁻20. ഓക്കെ, ഇനി 22ാം പദമാണെങ്കിലോ T22. അതിനെങ്ങനെ എഴുതാം? T21 + 1. അതായത് ആരെന്ത് കിട്ടി? 21. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും?
44C21x⁻²1. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് T21ഉം T22ഉം ഈക്വൽ ആണ്. T21 പകരം ഇട്ട് കൊടുക്കുക, T22 പകരം ഇട്ട് കൊടുക്കുക. ഇല്ലേ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സിൻ്റെ വിലയാണ്. അതിനെന്താ ചെയ്യുക? അപ്പോൾ ഈ x20നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഈ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ x⁻20നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x⁻21/x⁻20. അതായത് എന്തെന്ന് കിട്ടും? എക്സ് എന്ന് കിട്ടും. ഈ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? 44C20/44C21. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 44 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 20 ഫാക്ടോറിയൽ ഇൻറ്റു 24 ഫാക്ടോറിയൽ. എങ്ങനെ 24 വന്നേ? 44 മൈനസ് 20 എന്ന് പറയുന്നത് 24 ആണ്. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 44 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 21 ഫാക്ടോറിയൽ ഇൻറ്റു 23 ഫാക്ടോറിയൽ. 44 ഫാക്ടോറിയലും 44 ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോയി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 21 ഡിവൈഡഡ് ബൈ 24, അതായത് 7/8 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, 1 + x ഹോൾ റൈസ് ടു 24ൻ്റെ വിപുലീകരണത്തിലെ ഏറ്റവും വലിയ ഗുണോത്തരം ഏത്? നമ്മളൊരു ഇക്വേഷൻ പോലെ പഠിച്ചിരുന്നു. n ഈവണമാണെങ്കിൽ ഏറ്റവും വലിയ ഗുണോത്തരം എന്ന് പറയുന്നത് NC(n/2) ആണ്. ഇവിടെ n ഈവണാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗുണോത്തരം ഏതായിരിക്കും? NC(n/2), അതായത് 24C12 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, x² - 1/x ഹോൾ റൈസ് ടു 9ൻ്റെ വിപുലീകരണത്തിലെ എക്സ് ഇല്ലാത്ത പദം ഏത്? ഈ എക്സ് ഇല്ലാത്ത പദം x⁴ കോഫിഷ്യൻറ്റ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ടി വെച്ചിട്ടുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ TR+1 എന്താണെന്ന് നമുക്കറിയാം. NCR (a⁻n - r b⁻r). a എന്താ ഇവിടെ? x² ആണ്. b ഇവിടെ 1/x ആണ്, അതായത് -1/x ആണ്. ഇനി n എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? TR+1 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മറിയാം. എല്ലാത്തിനും അറിയാവുന്ന വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനും സെപ്പറേറ്റ് പവർ ഇട്ട് കൊടുത്തു. ഈ x⁻r മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തോ? -r. ഇതെന്തായി മാറും? x⁻18 - 2r. ഈ -r കൂടി മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? 18 - 3r. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഇല്ലാത്ത പദം. ഈ എക്സ് ഇവിടെ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ ടേം എന്തായാലേ പറ്റുള്ളൂ? 0 ആയാലേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? 18 - 3r = 0 എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ 3r = 18 എന്ന് കിട്ടും. r = 18/3 = 6 എന്ന് കിട്ടും. അതായത് r = 6 ആകുമ്പോഴാണ് നമുക്ക് എക്സ് ഇല്ലാത്ത ടൈം കിട്ടുന്നത്. അപ്പം നമുക്ക് എക്സ് ഇല്ലാത്ത പദം എങ്ങനെ കണ്ടുപിടിക്കാം? ആറിന് പകരം, അതായത് ഇംഗ്ലീഷ് ലെഫ്റ്റർ ആറിന് പകരം ഈ r ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് വരും? 9C6 x⁻0 - 1/6. x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, -1/6 എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി ഇവിടെ എന്താ വരും? 9C6. 9C6 എന്താ? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 9 - 6 ഫാക്ടോറിയൽ. ചെയ്ത് നോക്കുക, നമുക്ക് എന്ത് കിട്ടും? 84 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 15C2 + 15C3 + 15C4 + +15C15 എന്നതിൻ്റെ വില കാണുക. നമ്മൾക്ക് ഇതിനോട് മാച്ചുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. NC0 + NC1 + NC2 + NCn = 2n ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചറിയാം. ഈ n കിടക്കണോടത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 15 ആണ്. അപ്പം നമ്മൾ ഈ n-ന് പകരം 15 ഇട്ടൊന്ന് എഴുതി വെക്കാം. എന്ത് വരും? 15C0 + 15C1 + 15C2 +15C15 എന്ത് വരും? 215. ഇത്രയും ടൈമാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാം? അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതിന് മുൻപ് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, 15C0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 15C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ ടൈം ഒഴികെ ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 15C2 + 15C15 എന്ന് പറയുന്നത് എന്ത് വരും? 215 - 1 + 15 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.